Good morning, all. Good morning, ma'am. നിങ്ങളെടുത്ത് നോക്കിയോ? മെഡിക്കൽ ഗ്യാസ് നോക്കിയോ? നിങ്ങളെടുത്ത ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് 7 ക്ലിയർ ആണോ? ബാക്കി എല്ലാവർക്കും 7 തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിന്റെ സോഴ്സുകൾ, അത് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് നമുക്ക് ലഭ്യമാക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ എയർ ആണ് അല്ലെ. ആ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ എയറിന് നിറമില്ല, മണമില്ല അല്ലെ, കളർലെസ് ആണ്. പിന്നെ അതെന്താണ്? പൊല്യൂഷൻ ഇല്ല, മലിനീകരണമില്ല, പാർട്ടിക്കിൾസ് ഇല്ല, കണികകളില്ലാത്ത എന്താണ്? പ്യൂർ ആയിട്ടുള്ള ഒരു എയർ സപ്ലൈ ആണ്. ഇതെന്താണ്? നമ്മുടെ എമർജൻസിയിൽ സർജറി കഴിഞ്ഞ് എമർജൻസി ആണ്, അപകടമല്ലെങ്കിലും അപകടകരമാണെങ്കിലും അല്ലാത്ത പേഷ്യൻസിന്, നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിനും എന്താണ്? അവരെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ബ്രീത്തിങ് ഓക്കെ ആക്കാനും വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്ന ഡോക്ടർമാര് ഈ മെഡിക്കൽ എയർ അവർക്ക് ശ്വസിക്കുന്നതിന് വേണ്ടി, റെസ്പിറേഷൻ നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടി മെഡിക്കൽ എയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓയിൽ ഇല്ലാത്ത അല്ലെ, ഡ്രൈ ആയിട്ടുള്ള, ഓയിൽ ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ആണ് മെഡിക്കൽ എയർ. ഇതെന്താണ്? നല്ല പ്യുവർ ആയിരിക്കും, നല്ല ശുദ്ധമായ വായുവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്സിജൻ. ഓക്സിജനെ പറ്റി പറയണ്ടല്ലോ. ഓക്സിജൻ നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലെ, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അല്ലെ ഓക്സിജൻ അല്ലേ? Oxygen, a medical gas required in every healthcare settings and is used for resuscitation and inhalation therapy. എന്താണ്? എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും അല്ലെ, ഹോസ്പിറ്റൽ ആവണമെന്നില്ല, എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും എന്താണ്? അത്യാവശ്യമായിട്ടുള്ള അല്ലെ, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ. എന്താണ്? ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെസൂസിറ്റേഷൻ അല്ലെ, പുനരുത്തേജനത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഇതിൽ പഠിച്ചല്ലോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചോ? റെസൂസിറ്റേഷൻ ഏരിയ അല്ലെ, പുനരുത്തേജന അല്ലെ. എന്താണ്? അവരെ തിരിച്ചെന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പരിക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ്? തിരിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ അല്ലെ. എന്താണ്? CPR ഒക്കെ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന, ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്ന ഏരിയ. അപ്പൊ എന്താണ്? പുനരുത്തേജന തെറാപ്പികൾക്കും ഇൻഹലേഷൻ തെറാപ്പി അല്ലെ, ശ്വസന സംബന്ധമായ തെറാപ്പികൾക്ക് നമ്മൾ നെബുലൈസേഷൻ ചെയ്യാറില്ലേ ഹോസ്പിറ്റല്? ഇൻഹലേഷൻ തെറാപ്പി, നെബുലൈസേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഇൻഹലേഷൻ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കൊടുക്കുന്ന പേഷ്യൻസ് അല്ലെ, അവർക്ക് ഇൻഹലേഷൻ, ശ്വസനം നല്ല രീതിയിലാവുന്നതിന് വേണ്ടി അല്ലെ, അവർക്ക് എന്താണ്? സ്വയം ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്. ആണോ? അല്ലെങ്കിൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഇൻഹലേഷൻ തെറാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക് എന്താണ്? ഇത് ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിനെയാണ് യൂസ് ചെയ്യുന്നത്? COPD. COPD എന്ന് പറഞ്ഞാല് ക്രോണിക്, വേറെ ചാപ്റ്ററിൽ വന്നിട്ടുണ്ടോ? COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവല് കുറഞ്ഞിട്ട് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരിക. അപ്പൊ നമുക്ക് എന്ത് വേണം?
ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ വേണം അല്ലെ? വേണോ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഓക്സിജൻ തരണം അല്ലെ? നമുക്ക് സപ്പോർട്ടിങ് പോലെ നമുക്ക് ഓക്സിജൻ വേണ്ടേ? അപ്പൊ തരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? സൈനോസിസ്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് എടുത്തിട്ടുണ്ട് സൈനോസിസ്. ഓർമ്മയുണ്ടോ സൈനോസിസ്? മിസ് എടുത്തിട്ടുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും. എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് കളർ വ്യത്യാസം വരും അല്ലെ? നീലമയമായൊക്കെ മാറുമല്ലോ. കളർ വ്യത്യാസം വരും. നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ കളർ വ്യത്യാസം വരും. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും. നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക. അപ്പൊ സൈനോസിസിന് പിന്നെ ഷോക്ക് വരുമ്പോൾ, ഷോക്ക് തരുന്ന സമയത്തൊക്കെ നമുക്ക് റെസ്പിറേഷൻ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാല് രക്തസ്രാവം, ഉയർന്ന രീതിയിലുള്ള രക്തസ്രാവം വരിക. നെക്സ്റ്റ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ബ്ലീഡിങ്. പിന്നെ നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് നമുക്ക് നടത്തുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയും. അപ്പൊ നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി സപ്പോർട്ടിങ് ആയിട്ട് തരുന്നു. നെക്സ്റ്റ് ട്രോമ. ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ് വരിക. നെക്സ്റ്റ് റെസൂസിറ്റേഷൻ. എന്താണ്? നമുക്ക് ശ്വസനത്തിന് ആൻഡ് ലൈഫ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് ജീവൻ നിലനിർത്തുന്നതിനുള്ള, ജീവൻ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വെന്റിലേറ്ററിലൊക്കെ അല്ലെ? ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഓക്സിജൻ കൊടുക്കുന്നില്ലേ? അപ്പൊ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഒരു ഇതായും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവേസീവ് സർജറീസ് ലൈക്ക് ലാപ്രോസ്കോപ്പി ആണ് കേട്ടാ. ഉണ്ട് കേട്ടാ അതിന്റെ മുമ്പ്. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. as well as for respiratory stimulation during and after anesthesia. എന്താണ് ഈ കാർബൺ ഡയോക്സൈഡ് നൽകുന്നത്? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്. ഇപ്പൊ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് എവിടെയാണ്? അബ്ഡോമിനിലാണ് അല്ലെ? അല്ലെ? ലാപ്രോസ്കോപ്പി എന്താണ്? നമ്മുടെ അബ്ഡോമിനിന്റെ അവിടെ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ട്യൂബ് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്ത് വേണം? നമുക്ക് അതിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ കാണണോ? എന്നാലല്ലേ എന്താ ബുദ്ധിമുട്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രശ്നം എന്താണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഭാഗം കുറച്ചൊന്ന് വീർത്ത് വെക്കണം അല്ലെ? അബ്ഡോമിനൊന്ന് ഇങ്ങനെ ബോള് പോലെ ചെറിയ രീതിയിൽ ഒന്ന് വീർത്തിക്കണം. എന്നാലല്ലേ ഉൾഭാഗം നമുക്ക് വികസിച്ച് നിന്നാലല്ലേ നമുക്ക് അതിന്റെ ഉൾഭാഗം അറിയാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ അപ്പൊ നമ്മുടെ ഈ ചെയ്യുന്ന ഭാഗത്തെ ഒന്ന് ബൾക്ക് ഇങ്ങനെ ഒന്ന് വീർപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഊതി വീർപ്പിക്കുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. ആർത്രോസ്കോപ്പി ആയിട്ട്, ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ arthroscopy is a surgical procedure that allows a doctor to examine and repair a joint. നമ്മുടെ ഈ ജോയിന്റുകളില്ലേ, അത് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ ക്യാമറ നമ്മുടെ ആ ജോയിന്റിലേക്ക് and like inserted through a small incision. നമ്മുടെ ഏത് ജോയിന്റിലാണ്? ഇപ്പൊ കൈയുടെ ജോയിന്റ് ആണോ പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ കാലിന്റെ മുട്ടിന്റെ ആണ്? അപ്പൊ അവിടെ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ കൂടി ആയിരിക്കും ഡോക്ടർ എക്സാമിൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ഭാഗം ഒന്ന് വികസിച്ച് നിൽക്കണം അല്ലെ? എന്നാലല്ലേ നമുക്ക് അതിന്റെ ഉൾഭാഗം കാണാൻ പറ്റുള്ളൂ. ആ ജോയിന്റിൽ എന്താ പ്രശ്നം, എന്താ പ്രോബ്ലംസ് എന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഏത് ഭാഗമാണോ അവിടെ ഒന്ന് ഊതി വീർപ്പിച്ച് നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി ഇതിനൊക്കെ വേണ്ടിയിട്ടുണ്ട് എന്താണ്?
നമ്മുടെ അബ്ഡോമൻ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാല് ഈ ക്യാൻസർ ഒക്കെ വരുമല്ലോ, ടിഷ്യൂസ് ഡാമേജ് ആയി പോകില്ല. അപ്പൊ ആ ഭാഗം നമ്മ ഫ്രീസ് ചെയ്തിട്ട് ആ ടിഷ്യൂസ് നമ്മ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭാഗം കുറച്ചൊന്ന് വീർത്ത് നിൽക്കണം അല്ലെ? ഏത് ഭാഗത്തെ ടിഷ്യൂ ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്, വേണ്ടേ? അപ്പൊ ആ ഒരു എവിടെയാണ് അവർക്ക് ആ എക്സാമിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്, ആ ഭാഗത്തെ ഒന്ന് ഊതി വീർപ്പിച്ച് ഒന്ന് ബൾജ് ചെയ്ത് അല്ലെ, ഇങ്ങനെ ഒരു ബലൂൺ പോലെ ഒന്ന് ഇത്തിരി ഒന്ന് വീർപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയോ നിങ്ങൾക്കത്? ഓക്കെ. As well as respiratory stimulation during and after anesthesia. Anesthesia കഴിഞ്ഞിട്ട് അവർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ നടത്തുന്നതിന് വേണ്ടി, ശ്വസനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ശ്വസനം ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് നൽകാറുണ്ട്. CO2 may be piped in large hospital. വലിയ ഹോസ്പിറ്റലിൽ ഇതായിരിക്കും പൈപ്പ് ലൈൻ വഴി ആയിരിക്കും നൽകുന്നത്. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്. എന്താണ് കൂടാതെ എന്താണ് ഇത് ടാങ്ക് വഴിയും ഇതിന്റെ സപ്ലൈ നടക്കുന്നുണ്ട്. കൂടുതൽ സാധ്യത അല്ലെ, ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്. എന്താണ് കൂടുതൽ സാധ്യത എങ്ങനെയാണ്? ടാങ്കുകളിൽ നിന്ന് ലഭിക്കാനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ക്ലിയർ ആയോ? ഓക്സിജൻ എന്ന് പറഞ്ഞാല് റെസൂസിറ്റേഷൻ റെസൂസിറ്റേഷന് ഇൻഹലേഷൻ തെറാപ്പിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓക്സിജൻ. എന്താണ് നമ്മുടെ ശ്വസനത്തിലെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓക്സിജൻ. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഏത് ഭാഗമാണോ നമ്മൾ ചെയ്യുന്നത് ആ ഭാഗത്തെ ഒന്ന് ഊതി വീർപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. നെക്സ്റ്റ് നൈട്രജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? Nitrogen is a medical gas used for cryosurgery to remove some cancer and skin lesion, and also for a storage of tissue, cells and blood in cryogenic temperature to avoid oxidation of the samples. എന്താണ് നമ്മൾ ക്രയോസർജറി ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടുത്തെ നമുക്കൊരു ഭാഗത്ത് ഒരു സൈഡിൽ ഒരു ടിഷ്യൂസിന് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടിഷ്യൂ ഇതാക്കി കളയണം അല്ലെ, നശിപ്പിച്ച് കളയണോ, റിമൂവ് ചെയ്യണം അല്ലെ. ക്യാൻസർ ഇപ്പൊ നമുക്ക് ഒരു ഭാഗത്ത് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യണം? ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടിഷ്യൂസിനെ നശിപ്പിച്ച് റിമൂവ് ചെയ്ത് കളയുന്നത്. അങ്ങനെ ഫ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് നൈട്രജൻ. ക്ലിയർ ആയോ? ആ ഭാഗത്തെ മരയിപ്പിക്കണം അല്ലെ, ഫ്രീസ് ചെയ്ത് മരയിപ്പിച്ചതിന് ശേഷമല്ലേ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ആ ഡാമേജ് വന്ന ടിഷ്യൂവിന് മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ആ സ്കിന്നിൽ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കി ആ ഭാഗത്തെ ഫ്രീസ് ചെയ്ത് ആ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? നൈട്രജൻ യൂസ് ചെയ്യുന്നു. And also for the കൂടാതെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? For the storage of tissues, cells and blood in cryogenic temperature to avoid oxidation of samples. എന്താണ് നമുക്ക് ടിഷ്യൂസ് അല്ലെ, നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ടെസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലഡിന്റെ ടിഷ്യൂസ്, സെൽസ്, ബ്ലഡ് ഒക്കെ എന്താണ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയും നൈട്രജൻ യൂസ് ചെയ്യുന്നു. ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -153 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് ഭയങ്കര ചൂട് കുറഞ്ഞങ്ങാട്ട് -153 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യാണ്?
ഈ ബ്ലഡ് സെൽസുകൾ അതല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ സൂക്ഷിക്കുകയാണ്. അതാണ് ക്രയോജനിക് ടെമ്പറേച്ചർ ബിലോ -153 ഡിഗ്രി സെൽഷ്യസിനെയാണ് ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്ത് പറ്റും? അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ദി സാമ്പിൾ അല്ലെ, ഈ സാമ്പിളിന് എന്ത് പറ്റും? ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽസ് അതിൽ പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മ ഈ കൂടുതൽ നേരം ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കുമല്ലോ, കട്ട് ചെയ്ത് വെക്കുമ്പോ ആപ്പിളിന്റെ കളർ എന്ത് പറ്റും? വ്യത്യാസപ്പെടാറുണ്ടോ? പൊട്ടറ്റോ അല്ലെ, പൊട്ടറ്റോ അതിലെന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുകയാണ് അല്ലെ, കളർ ചേഞ്ച് വന്ന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ ഈ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസുകൾ അല്ലെങ്കിൽ ബ്ലഡിന്റെ സാമ്പിളൊക്കെ നമ്മൾ പുറത്തുള്ള അന്തരീക്ഷത്തില് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? ചിലപ്പോ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാം. അപ്പൊ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാധനങ്ങൾ, ഈ സെൽസുകള് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ നൈട്രജൻ വാതകം ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മ ഈ ടിഷ്യൂസ് സെൽസ് ഒക്കെ എന്താണ് സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. അതായത് അതിലേക്ക് കെമിക്കൽസ് അതിൽ പ്രവർത്തിക്കും. അപ്പൊ എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടില്ല അല്ലെ. ആ സെല്ല് അല്ലെങ്കിൽ ആ ടിഷ്യൂ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടോ? എക്സാക്ട് റിസൾട്ട് കിട്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്, -153 ഡിഗ്രി സെൽഷ്യസില് നമുക്ക് എന്താണ് സൂക്ഷിക്കുന്നതിന് വേണ്ടി നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. കൂടാതെ നമുക്ക് ഡാമേജ് പറ്റിയ ടിഷ്യൂസുകളുടെ ഭാഗം നമുക്ക് ആ ടിഷ്യൂസിനെ നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, ആ ഭാഗം ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. It can also be used as a part of medical gas with mixture for lungs function test. എന്താണ് നമ്മുടെ ലങ്സിന്റെ ശ്വാസകോശ പ്രവർത്തന പരിശോധനയ്ക്കായി ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയോ നമ്മ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ആയിട്ട് nitrogen gas use ചെയ്യുന്നു. Nitrogen as a gas is used to power tools in place where they do not have instrument air. Instrument airന്റെ അഭാവത്തിൽ നമ്മൾ എന്താണ് പവർ ടൂൾ ആയിട്ട് നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ചില വണ്ടികളുടെ ടയറിൽ നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അതൊരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ ടയറില്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് നമ്മ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോ നൈട്രജൻ നിറക്കാം ടയറിൽ സ്പീഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അറിയില്ല, ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. അതെന്താണ് ആ ടയർ എന്ന് പറയുന്നത്? എന്താണ്? ഇത് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, വണ്ടി ഓടിക്കുക. അപ്പൊ ഇൻസ്ട്രുമെന്റ് ടയറിന്റെ അഭാവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പവർ ടൂൾ ആയിട്ടും നൈട്രജൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയത്? ബാക്കി ആരും കേട്ടിട്ടില്ല ടയറിൽ നൈട്രജൻ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് മനസ്സിലാക്കാനാണ്. നിങ്ങൾ ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. ഇൻസ്ട്രുമെന്റ് എയറിന്റെ അഭാവത്തിൽ, ഇല്ലാത്ത സാഹചര്യത്തിൽ നൈട്രജൻ ബലൂൺ ഓക്കെ. അപ്പൊ എന്താണ് ഈ നൈട്രജൻ നമ്മ ആ എയറില് നമ്മ ടയറില് നൈട്രജൻ നിറക്കുമ്പോ കുറച്ചും കൂടി നമുക്ക് എന്താണ് കൂടുതൽ സ്പീഡില് നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടികൾ ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോയ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ജസ്റ്റ് അവർ പറഞ്ഞു തന്നെയല്ല അതിന്റെ ഗുണം എന്താണ്. അപ്പൊ അങ്ങനെ ഇൻസ്ട്രുമെന്റ് എയറിന്റെ അഭാവത്തിൽ നമുക്ക് ഒരു പവർ ടൂൾ ആയിട്ടും നൈട്രജൻ മെഡിക്കൽ സെക്ഷനിൽ മാത്രമല്ല നമുക്ക് എന്താണ് ഒരു പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അത് ആ ഒരു അർത്ഥം. Most of the time it comes from the multiple of cylinders and is piped at pressure with an alarm system at the source and
ഓൺ ദ യൂസ് സൈറ്റ് എന്താണ് മിക്കപ്പോഴും ഇതെന്താണ് ഈ നൈട്രജന് നമുക്ക് ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്ന് വരുന്നു. സോഴ്സിലും യൂസ് സൈറ്റിലും ഒരു അലാം സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഉപയോഗിച്ച് മർദ്ദത്തില് പൈപ്പ് ചെയ്യപ്പെടുന്നു. എന്താണ് അതൊരു പ്രഷറിൽ വരണം അല്ലെ? ആ ഗ്യാസുകളല്ലേ ഒരു പ്രഷറിലല്ലേ വരേണ്ടത്? നമ്മ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഉണ്ട് ഇല്ലേ? അതെങ്ങനെയാണ് ഒരു പ്രഷറിൽ വരണ്ടേ? നമുക്ക് ഗ്യാസ് കത്തിക്കുമ്പോ ഓരോ പ്രഷറിൽ ഗ്യാസ് നമുക്ക് അത് കത്തണ്ടേ? ഗ്യാസുകൾ അപ്പൊ എന്താണ് ഒരു പ്രഷറിലാണ് വരേണ്ടത് അല്ലെ? അപ്പൊ ആ ഒരു പ്രഷറിൽ വരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിലൊരു അലാം സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നൈട്രജൻ എങ്ങനെയാണ് വരുന്നത്? ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് വരുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പിക്ചറൊക്കെ കാണിച്ചു തരാം. പിക്ചർ ഇങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഓരോന്നും എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കേട്ടാ. നൈട്രജൻ എന്ന് പറഞ്ഞാല് നൈട്രജൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ക്രയോ സർജറി ചെയ്യുന്നതിന്, അതായത് ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാമേജ് വന്ന ടിഷ്യൂസുകൾ മാറ്റം ചെയ്യണം, റിമൂവ് ചെയ്യുന്നതിന്, ആ ഭാഗത്തെ ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി നൈട്രജൻ യൂസ് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ബ്ലഡ് സെൽസുകള്, ടിഷ്യൂസുകള്, ബ്ലഡുകളൊക്കെ സൂക്ഷിക്കുന്നതിന് ലബോറട്ടറിയില് കാര്യക്ഷമമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതില് കെമിക്കൽസിന്റെ അഭാവമൊന്നും ഇല്ലാത്ത രീതിയിൽ അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയും നൈട്രജൻ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് വെച്ചാ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടില്ല? അങ്ങനെയുള്ള സാമ്പിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടോ? എക്സാക്ട് റിസൾട്ട് കിട്ടോ? ഇല്ല. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ, ഇതിന് ഡാമേജ്, വ്യത്യാസങ്ങൾ, കെമിക്കൽ റിയാക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ നൈട്രജൻ യൂസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, നമ്മൾ ലങ്സിന്റെ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യും. ലങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, ഡാമേജ് ഉണ്ട് അല്ലെ? അപ്പൊ ലങ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വന്നാല് ഈ ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടിയും നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇൻസ്ട്രുമെന്റ് എയറിന്റെ അഭാവത്തില്, എന്താണ് മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ഇൻസ്ട്രുമെന്റ് എയറിന്റെ അഭാവത്തിൽ നമ്മൾ എന്താണ് ഒരു പവർ ടൂൾ ആയും നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണ് നമുക്ക് ഭൂരിഭാഗം എങ്ങനെയാണ് ഇത് വരുന്നത്? നൈട്രജൻ ഓരോ ഭാഗത്തേക്കും ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകളിൽ നിന്നാണ് നൈട്രജൻ വരുന്നത്. ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ, എന്താണ് പൈപ്പിൽ അല്ലെ എല്ലാ ഭാഗത്തേക്കും ഓരോ പ്രഷറിൽ തന്നെ വരണം അല്ലെ? അതിനു വേണ്ടിയിട്ട് ഇത് സോഴ്സിന്റെയും യൂസ് സൈറ്റിന്റെയും ഇടയിൽ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്? അലാം സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രഷറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ അലാം അടിക്കും. അപ്പൊ നമുക്കറിയാൻ പറ്റും ആ സൈറ്റിൽ എന്താണ് പ്രഷർ കുറവാണ് അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണെന്ന് അറിയാൻ പറ്റും. ക്ലിയർ ആയോ? അത് ബാക്കി എല്ലാവർക്കും ഈ ചാപ്റ്റർ ഒക്കെ ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, മെഡിക്കൽ ഗ്യാസ്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി വായിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് കയറുമ്പോ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗ്യാസ് ആണ്, നിങ്ങൾ കേട്ടിട്ടുള്ള ഗ്യാസ് ആണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് കേട്ടിട്ടുണ്ടോ? നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഇതിന് പറയുന്ന മറ്റൊരു പേരുണ്ട്, കേട്ടിട്ടുണ്ടോ? ചിരിക്കുക അല്ലെ, ലോഫിംഗ് ഗ്യാസ്. ഇത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെ? വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പ്രവർത്തനം കൊണ്ട് ശരീരത്തില് നമ്മൾ ശ്വസിച്ചത് കൊണ്ട് ഇത് നമ്മൾ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഗ്യാസില് ഈ കാറിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്. കോമൺലി നോൺ ആസ്, ഇത് കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? ലോഫിംഗ് ഗ്യാസ് എന്നാണ് പറയുന്നത്, ചിരിക്കാനുള്ള വാതകം എന്നാണ് പറയുന്നത്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയർ. നിരവധി സർജറിയുടെ
പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ലോഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട് as both an anesthetic and analgesic എന്ന് വെച്ചാല് അനസ്തേഷ്യ കൊടുക്കാല്ലേ അതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേദന ഇല്ലാതാക്കുന്നതിനുള്ള മരുന്നായിട്ടും നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അനർജസിക് എന്ന് പറഞ്ഞാല് വേദന ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഈ ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? അനസ്തെറ്റിക് ഇതായിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. Next, vacuum. Piped medical surgical vacuum system is used for patients draining, aspiration and suction. എന്താണ് piped medical surgical vacuum system? എന്താണ് ഇതൊരു piped ആയിട്ടുള്ള medical surgical vacuum system ആണ്. is used for patients. ഇതെന്താണ് പേഷ്യൻസിന്റെ ഡ്രൈനിങ് ഊറ്റിയെടുക്കുക, ആസ്പിരേഷൻ വലിച്ചെടുക്കുക, ആൻഡ് സക്ഷൻ വലിച്ചെടുക്കുക എന്നൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ഈ പല്ലിന്റെ ഒക്കെ ഇത് ചെയ്യുമല്ലോ, റൂട്ട് കനാലൊക്കെ ചെയ്യില്ലേ, അപ്പൊ നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകൂല്ലേ, അവിടെ ക്ലീൻ ചെയ്യുമല്ലോ, ചെറിയൊരു ട്യൂബ് ഒരു പൈപ്പ് പോലെ വന്നിട്ട് അത് അവരെന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. എന്നിട്ട് നമ്മ വേറൊരു സാധനം എടുത്തിട്ട് എന്താണ് എയർ പോലെ ഇങ്ങനെ വലിച്ചെടുക്കൂല്ലേ, വായിന്ന് ആ വെള്ളം മൊത്തം അവര് ക്ലീൻ ചെയ്തെടുക്കില്ലേ. അപ്പൊ ഈ സക്ഷന് വേണ്ടിയിട്ട് വലിച്ചെടുക്കുന്നതിന് വേണ്ടി സർജിക്കൽ എന്താണ് വാക്വം, അതായത് നമ്മളിങ്ങനെ സർജറി ചെയ്യാം അല്ലെ, അവിടെ എന്താണ് ഈ വെള്ളത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ നമ്മുടെ വായല എവിടെയാണെങ്കിലും ബ്ലഡോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്വം യൂസ് ചെയ്യുന്നു. This means that medical vacuum in hospital support suction equipment വലിച്ചെടുക്കുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ് ഉപകരണമായിട്ട് ഈ മെഡിക്കൽ വാക്വം ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നു. വാക്വം will vary across the pipeline. എന്താണ് വാക്വം പൈപ്പ് ലൈനിലുടനീളം നമ്മ നൈട്രജൻ പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്, എല്ലായിടത്തും ഓരോ പ്രഷറിലായിരിക്കും വരുന്നത് അല്ലെ, പൈപ്പിലുടനീളം ഓരോ പ്രഷറിലായിരിക്കും വരുന്നത്. വാക്വം എങ്ങനെയാണ്, പൈപ്പിലുടനീളം എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും, വേരി അക്രോസ് വ്യത്യാസപ്പെട്ടിരിക്കും. ബട്ട് ഈസ് കോമൺലി മെയിൻറ്റെയിൻ അറൌണ്ട് 75 kPa എന്ന് വെച്ചാല് കിലോ പാസ്കൽ. കിലോ പാസ്കൽ എന്ന് പറഞ്ഞാല് പ്രഷറിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ കിലോ പാസ്കൽ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് സാധാരണയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു 75 കിലോ പാസ്കലിന്റെ ഇടയിലാണ്. ക്ലിയർ ആയോ? വാക്വം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ വാക്വം സിസ്റ്റം അല്ലെ, എന്തെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പഴുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാക്വം ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ഹോസ്പിറ്റലുകളില് സെക്ഷനിങ് എക്യുപ്മെന്റ് വലിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് യൂസ് ചെയ്യുന്നു. കൂടാതെ ഇതെന്താണ് പൈപ്പ് ലൈനുകളിൽ ഉടനീളം എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും. എന്താണ് കോമൺ ആയിട്ട് ഇത് എങ്ങനെയായിരിക്കും, ഒരു എറൗണ്ട് ഏകദേശം ഒരു 75 കിലോ പാസ്കലിന്റെ ഇടയിലായിരിക്കും ഇതിന്റെ മർദ്ദത്തില് വ്യത്യാസം വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാല് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസ്. എന്താണ് മെഡിക്കൽ ഫീൽഡിലും ആരോഗ്യ മേഖലയിലും അല്ലാത്ത മേഖലകളിലും എന്താണ് നമ്മ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാറുണ്ട്. ദ മെഡിക്കൽ യൂസസ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി വർക്ക്. എന്താണ് മെഡിക്കൽ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി വർക്കുകളുടെ ഭാഗമായിട്ട് ഇൻഹലേഷൻ തെറാപ്പിക്ക് അല്ലെ, ശ്വസനത്തിനുള്ള തെറാപ്പികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്, സർജിക്കൽ ടൂൾസുകളെ പവർ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ?
അപ്പൊ ഏത് ടൈപ്പ് ഗ്യാസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് മെഡിക്കൽ ലെയർ, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്, നാലാമത്തത് നൈട്രജൻ, അഞ്ചാമത്തത് നൈട്രസ് ഓക്സൈഡ്, ആറാമത്തെ വാക്വം, ഏഴാമത്തത് കംപ്രസ്ഡ് എയർ. ഓക്കെ അല്ലേ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ കാർബൺ ഡൈ ഓക്സൈഡില് ക്രയോതെറാപ്പി, നൈട്രജനില് ക്രയോ സർജറി രണ്ടും സെയിം ആണോ? ക്രയോ തെറാപ്പിയും സർജറി ഒന്നാണോ? അല്ല, ക്രയോതെറാപ്പി മിസ് പറഞ്ഞല്ലോ അല്ലെ? അത് ഈ ടിഷ്യൂസ് ഫ്രീസ് ചെയ്യാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും. ക്രയോതെറാപ്പി, ക്രയോ സർജറി. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ഓരോ സാധനങ്ങളുമായി കമ്പയർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടാ. മിസ് പറഞ്ഞുതരാം. സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ. എന്താണ്? വിതരണ സ്രോതസ്സുകൾ. ഈ ഗ്യാസ് വിതരണം ചെയ്യുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? നെക്സ്റ്റ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് നെറ്റ്വർക്ക്, എന്താ? വിതരണ സംവിധാനത്തിനുള്ള പൈപ്പിംഗ് നെറ്റ്വർക്ക്. നെക്സ്റ്റ്, വാൽവുകൾ. ടു കൺട്രോൾ മെത്തേഡ്. എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയന്ത്രണ രീതി. നെക്സ്റ്റ്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഫോർ മോണിറ്ററിംഗ്. എന്താണ്? നമുക്ക് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? വാർണിംഗ് നൽകുക അല്ലെ? അലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് പോയി നോക്കൂ അല്ലെ? അലാം സിസ്റ്റം, ഒരു സ്ഥലത്ത് നിന്ന് അലാം അടിക്കുക അല്ലെ? അപ്പൊ നമ്മൾ അവിടെ പോയി നോക്കും, എന്താണ് അവിടെ, എന്താണ് പ്രശ്നം അല്ലെ? അപ്പൊ അത് നമുക്ക് ശ്രദ്ധയിലും എടുത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഒരു ഫോൾട്ട് നടന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്. എന്താണ്? സപ്ലൈ, ഗ്യാസുകള് വിതരണം ചെയ്യുന്നത് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ, ദ്വിതീയ ഉപകരണങ്ങൾ. ഇത്രയാണ് കമ്പോണൻസ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് സോഴ്സ്. Source are reserves that generates the flow of medical gases through piping network like manifold system. എന്ന് വെച്ചാല് മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി മെഡിക്കൽ വാതകങ്ങളുടെ ഒഴുക്ക്. എന്താണ്? മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എവിടേക്കാണോ ഈ ഗ്യാസ് ആവശ്യമുള്ളത് അവിടേക്ക് പൈപ്പ് ലൈൻ വഴി ഒഴുക്കി വിടുക. ഓരോ പ്രഷറില് എന്താണ്? ഒഴുക്കി വിടുന്നതിനെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ്. ഇതിൽ എന്താണ്? ഹൈ പ്രഷർ ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. ഓൺ ടു ബാങ്ക്സ്, രണ്ട് ബാങ്ക്സുകളായിട്ട്. വൺ ഈസ് ബാക്കപ്പ് ടു ദി അതർ. എന്താണ്? ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട്. നമുക്ക് ഈ കാറുകളിൽ ബാക്കപ്പ് ഉണ്ടാവാറുണ്ടല്ലോ, ടയേഴ്സ്. ഒരെണ്ണം കേടായാല് അല്ലെ, ഒരു ടയറിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാല് ഉപയോഗിക്കുന്നതിന് വേണ്ടിട്ട് അല്ലെ. അപ്പൊ ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ബിസൈഡ്സ് ദ കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. പ്രൈമറി റെഗുലേറ്ററിനും സെക്കൻഡറി റെഗുലേറ്ററിനും ഇടയിലായിട്ട് എന്ത് സൂക്ഷിക്കുന്നുണ്ട്? കൺട്രോൾ പാനൽ അല്ലെ. ഇത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കൺട്രോൾ പാനൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷർ റെഗുലേറ്റേഴ്സ്, പ്രഷറുകൾ കൺട്രോൾ ചെയ്യാനുള്ള പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് വാർണിംഗ് ലാംപ്സുകൾ, നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ലാംപ്സുകൾ, വാർണിംഗ് ലാംപ്സുകളൊക്കെ ഇതില് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു മിനിറ്റ് മിസ് കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കണ്ട, ഇവിടെ ഉണ്ട് കുറെ സിലിണ്ടേഴ്സ്, അപ്പുറം ഉണ്ട്. കണ്ട, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നോക്കിയേ, കണ്ടോ?
ഇതിൽ രണ്ടെണ്ണേ ഉള്ളൂ. ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട് ഒരു സെറ്റ് ആയിരിക്കും, ഒന്നല്ല ഒരു സെറ്റ് ആണ്. രണ്ട് സൈഡിലും ഓരോ സെറ്റ് ഉണ്ടായിരിക്കും. രണ്ടോ മൂന്നോ നാലോ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ നടുക്ക് കണ്ടോ, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റൂട്ടാ കറക്റ്റ് ആയിട്ട്. ബാക്കപ്പ് എന്താണ്, ഇതിന്റെ ഇടയിലായിട്ട് എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട കൺട്രോൾ പാനൽ സിസ്റ്റം, കൺട്രോൾ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ സംഭവിച്ചാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ലാംപ്സുകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ മാനിഫോൾഡ് സിസ്റ്റം? ഓക്കെ ആയോ? അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്നുകൂടെ വേണം. ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? പിക്ചർ കണ്ടോ അനീഷ? മിസ് കാണിച്ചിരുന്ന പിക്ചർ കണ്ടോ? കണ്ടു. അതിലെങ്ങനെയാണ് രണ്ട് സൈഡിൽ അല്ലെ, രണ്ടോ മൂന്നോ അല്ലെ, രണ്ടിൽ കൂടുതൽ സിലിണ്ടേഴ്സ് വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഇത് എങ്ങനെയുള്ള സിലിണ്ടേഴ്സ് ആണ്? ഹൈ പ്രഷറിലുള്ള ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ രണ്ട് ബാങ്ക്സ്, അതായത് രണ്ട് സെറ്റ് ആണ് അല്ലെ. ഒരു സെറ്റ് രണ്ടോ മൂന്നോ ഉണ്ടാവും, അപ്പുറത്തെ സെറ്റ് രണ്ടോ മൂന്നോ ഉണ്ടാവും. ഇതെന്താണ്, ഒന്ന് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തെ സെറ്റിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ അത് ക്ലിയർ ആയോ? ബാക്കപ്പ് അനീഷ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ബിസൈഡ്സ്, അതിന്റെ നടുക്കായിട്ട് ഒരു ബോക്സ് പോലെ കണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചോ? അതെന്താണ്? കൺട്രോൾ പാനൽ. നമുക്കത് പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. ഇൻസ്റ്റാൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. പ്രൈമറി ഉണ്ടായിരിക്കും, പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ആ പ്രൈമറി സോഴ്സ് റെഗുലേറ്റേഴ്സിനും സെക്കൻഡറി റെഗുലേറ്റേഴ്സിനും നടുക്കായിട്ട് നമ്മൾ എന്ത് സൂക്ഷിക്കുന്നുണ്ട്? കൺട്രോൾ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ വാർണിംഗ് ലാംപ്സുകൾ, ഇപ്പൊ ഇതിൽ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, അതിലേക്ക് എന്തെങ്കിലും ലീക്കേജുകൾ ഉണ്ട്, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ലാമ്പുകൾ. അപ്പൊ എന്ത് ചെയ്യും? അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വാർണിംഗ് ലൈറ്റ് എന്ത് ചെയ്യും? ലാമ്പ് കത്തും. അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് നമുക്ക് അതെന്താണെന്ന് ബ്ലിങ്ക് ചെയ്യും, അത് അറിയാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ അനീഷ? ഓക്കെ. ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെ കണ്ട് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമേജ് നിങ്ങൾ ഗൂഗിളിൽ എടുത്തു നോക്കിയാൽ അറിയാം കേട്ടോ, മാനിഫോൾഡ് സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ ആയോ? അത് ഓക്കെ ആയോ? മിസ് പറഞ്ഞത് ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് നോക്കിയേ. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദി pipeline distribution system to provide gas or vacuum at the end point or terminal units. എന്താണ്? മെഡിക്കൽ ഗ്യാസുകൾ എന്താണ് അവർ പ്രവർത്തിക്കുന്ന യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്താണ്? ടെർമിനൽ യൂണിറ്റ്സ്. അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പൈപ്പ് ലൈൻ വഴിയായിരിക്കും അല്ലെ. പൈപ്പുകൾ ത്രൂ ആയിരിക്കും, ചെറിയ പൈപ്പുകൾ ത്രൂ ആയിരിക്കും വിതരണം ചെയ്യുന്നത്. The terminal units may be either wall mounted or pendant mounted. ഈ ടെർമിനൽ യൂണിറ്റ്സ് എങ്ങനെയായിരിക്കും ഇതാക്കുന്നത്? വാൾ മൗണ്ടഡ്, വാളിലായിരിക്കും അല്ലെ. അതല്ലെങ്കിൽ പെൻഡന്റ്, ഇങ്ങനെ ഹാങ്ങിങ് പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. ഈ പൈപ്പുകള്
എന്ത് ഉപയോഗിച്ചാണ് സാധാരണ പ്ലാസ്റ്റിക് ഒന്നും വെച്ചല്ല യൂസ് ചെയ്യുന്നത്? എന്താണ്? ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചായിരിക്കും ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നത്. മോറോവർ പൈപ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ, എന്താണ്? തകരാറുകൾ അല്ലെ, ഇങ്ങനെ ദ്രവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കോപ്പർ ഉപയോഗിച്ച് ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നത്. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഈ ഈ പൈപ്പില് ഏത് ഗ്യാസ് ആണോ ഉൾപ്പെടുന്നത് ആ കളർ അവര് സൂചിപ്പിക്കും. ഇപ്പൊ മിസ് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഈ ടേബിൾ കണ്ടോ? അതിന് ഓക്സിജൻ സിലിണ്ടർ ആണ് ആ പൈപ്പിലും കൂടെ പോകുന്നതെങ്കിൽ അത് ആ പൈപ്പ് എന്ത് കളർ ആയിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. അതല്ല നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ അത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ മെഡിക്കൽ എയർ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. സക്ഷൻ എയർ ആണെങ്കിൽ യെല്ലോ ആയിരിക്കും. നൈട്രജൻ ആണെങ്കിൽ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളർ പൈപ്പ് ആയിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. എന്താണ്? ആ ഗ്യാസ്, അതിൽ കൂടി ഏത് ഗ്യാസ് ആണ് ഒഴുകുന്നത്, പ്രഷർ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോഡ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പൊ മെഡിക്കൽ ഗ്യാസ് വരുന്നത് അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും ചിലപ്പോ ടാങ്കുകളിൽ നിന്നാവാം അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ അവിടെ നിന്ന് എന്താണ് വിതരണം യൂസ് ചെയ്യുന്ന ഭാഗത്തേക്ക് എന്താണ്? പൈപ്പ് ലൈൻ വഴിയായിരിക്കും വിതരണം ചെയ്യുന്നത്. കൂടാതെ ഇത് എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ, വാളുകളില് സ്വിച്ച് പോലെ ഇങ്ങനെ ഒരു ഇതുപോലെ ഘടിപ്പിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ഗ്യാസ് ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ വാൾ മൗണ്ടഡ്, വാളിലുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഹാങ്ങിങ് പോലെ ഇങ്ങനെ ആ വാളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അതിൽ നിന്നായിരിക്കും കൊടുക്കും ഗ്യാസുകൾ ഈ പേഷ്യൻസിന് നൽകുന്നത്. ഈ പൈപ്പ് ലൈൻ ഈ പൈപ്പ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി പൈപ്പ് എങ്ങനെയുള്ളതായിരിക്കും? ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ ഉപയോഗിച്ചായിട്ടായിരിക്കും. അല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് പൈപ്പുകളാണെങ്കിൽ എന്ത് പറ്റും? കാഷ്വാലിറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, അതൊക്കെ പൊട്ടിപ്പോകും അല്ലെ, പെട്ടെന്ന് തന്നെ പ്രഷർ വരുമ്പോ അത് പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ കൊറോഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ, തകരാറുകളൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താണ്? ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ യൂസ് ചെയ്ത് ആണ് ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നത്. അതിന്റെ ഉള്ളില് ഏത് ഗ്യാസ് ആണോ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഒഴുകി പോകുന്നത്, അത് സൂചിപ്പിക്കാനായിട്ട് കളർ കോഡ്, ഓരോ കളറുകളും നൽകിയിട്ടുണ്ടായിരിക്കും ഈ പൈപ്പിന്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വാൽവ്സ്. വാൽവ്സ് നമ്മുടെ വീടുകളിൽ വാൽവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് വാൽവ് കൊണ്ട് ഉപയോഗം? എന്താണ്? എല്ലാവരുടെ വീടുകളിലുണ്ട് പൈപ്പിന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഭാഗത്തേക്ക് വെള്ളം വേണ്ട, എന്ത് ചെയ്യും? നമ്മ ആ വാൽവ് കൂട്ടിയിടും അല്ലെ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് എന്താണ്, ഹൗസ് കണക്ഷൻ ആണെങ്കിൽ നമ്മുടെ മീറ്ററിന്റെ അവിടെ ഒരു മെയിൻ വാൽവ് ഉണ്ടാവും അല്ലെ, ആ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എങ്ങോട്ടും പോകില്ല പിന്നെ വെള്ളം അല്ലെ. മെയിൻ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും വെള്ളം വരുമോ? ഫുൾ ആയിട്ടുള്ള ആ വെള്ളത്തിന്റെ ഫ്ലോ നിൽക്കും അല്ലെ. പിന്നെ നമുക്ക് എന്താണ്, ഓരോ സെക്ഷനിലേക്ക് ഉണ്ടാവും അല്ലെ. ഇപ്പൊ മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് വാൽവ് ഉണ്ടാവും, അല്ലെങ്കിൽ താഴെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വാൽവ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് മാത്രമായിട്ട് വാൽവുകളൊക്കെ വെക്കാറില്ലേ, സെപ്പറേറ്റ് വാൽവുകൾ അല്ലെ. അപ്പൊ ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ചെറിയ ആ സ്പെസിഫിക് ഏരിയയിലേക്കുള്ള വെള്ളം മാത്രം സ്റ്റോപ്പ് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഞാനിനി മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാൽവ്സ്. അല്ലെങ്കിൽ മിസ് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആവില്ല, നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.
there are two types of valve. നമ്മ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് വാൽവുകളാണുള്ളത്. Zone valve and service valves. Zone valves are used to isolate large part of the system. നമ്മുടെ മെയിൻ വാൽവ് പോലെ തന്നെ ഇത് എന്താണ് zone valve. Zone valve used to isolate large parts of system. ആ സിസ്റ്റത്തിന്റെ ലാർജ് പാർട്സുകളെ ഒറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഈ സോൺ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ ഒരുപാട് ഭാഗങ്ങളുടെ എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. ആ റൂമിലേക്കുള്ള റൂം എന്താണ് മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റൂമിലേക്കുള്ള എല്ലാ വിതരണങ്ങളും നമ്മൾ നിർത്തിവെക്കണം അല്ലേ, ആ ഏരിയയിലേക്കുള്ള. അപ്പൊ നമുക്ക് എന്താണ് സോൺ വാൽവ് കൺട്രോൾ ചെയ്താൽ മതി അല്ലേ. അപ്പൊ zone valves are installed on corridor valves. എന്താണ് ആ കോറിഡോർസിന്റെ വാൽവ്, വരാന്തകളിലെ വാൽവ് എന്താണ് വാളുകളില് ചെമ്മരുമഴ എന്താണ് സോൺ വാൽവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. and should be labeled to indicate the room that they control. എന്നിട്ട് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആ വാൽവ് ഏത് റൂമിലെ പ്രവർത്തനങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കുള്ള പ്രവർത്തനങ്ങളെ, ഗ്യാസുകളെയാണ് ഈ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ICUലെ വാൽവാണ് അല്ലെ. അപ്പൊ നമുക്കത് അറിയുന്നതിന് വേണ്ടി എന്തിട്ടുണ്ടായിരിക്കും? ആ വാൽവുകളില് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. Furthermore, കൂടാതെ സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain parts. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മെയിൻ വാൽവ് അല്ലെ, മൊത്തം ഭാഗത്തെ സർവീസ് വാൽവ് എന്താണ്? സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain parts. ഒരു പ്രത്യേക ഏരിയ പാർട്ടുകളിലെ പ്രവർത്തനങ്ങളെ മാത്രം കൺട്രോൾ ചെയ്യാൻ, ഐസൊലേറ്റ് ഒറ്റപ്പെടുത്താൻ മാത്രമാണ് സർവീസ് വാൽവുകള്. പാർട്സ് ഓഫ് ദി സിസ്റ്റം ഫോർ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ. ചിലപ്പോ ഒരു പൈപ്പിന്റെ ഒരു ഭാഗത്ത് എന്ത് വരാം? എന്തെങ്കിലും റിപ്പയർ വരാം അല്ലെ, എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് റിപ്പയർ വരാം. അപ്പൊ ആ സെക്ഷനിലെ മാത്രം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഇതാക്കിയാൽ മതി? സർവീസ് വാൽവ് ഇതാക്കിയാൽ മതി അല്ലെ. ക്ലിയർ ആയോ? കൂട്ടിയാൽ മതി സർവീസ് വാൽവ്. ഇപ്പൊ നമുക്ക് കിച്ചണിലെ പൈപ്പാണ്, എന്തെങ്കിലും കിച്ചണിലെ പൈപ്പിന് എന്തോ തകരാറുണ്ട്, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള വാൽവ് പോയി കൂട്ടണോ? വേണ്ട. ആ കിച്ചണിലേക്ക് വെള്ളം വരുന്ന ആ ഭാഗത്തെ വാൽവ് മാത്രം കൂട്ടിയാ പോരെ? അപ്പൊ എന്താണ്? സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain parts. ആ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം ഒറ്റപ്പെടുത്താൻ, കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് വാൽവ് ഓഫ് ദി സിസ്റ്റം ഫോർ മോഡിഫിക്കേഷൻ. ആ ചെറിയ ഭാഗത്തെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. therefore they are accessible by the clinical staff. അതുകൊണ്ട് ഇതെന്താണ്? നമുക്ക് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ accessible ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയോ? വാൽവ്സുകള് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇത് മിസ് ഇത് അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ മിസ് അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇപ്പൊ ഓക്കെ. നെക്സ്റ്റ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. എന്താണ് വാർണിംഗ് എടുക്കുക അല്ലെ? It is the function of warning and alarm system to give information for the responsible staff about the whole plant in case of failure detection or changes requirement. എന്താണ്? എന്തെങ്കിലും ഡിറ്റക്ഷൻസ്, തകരാറ് കണ്ടെത്തുകയോ അതല്ലെങ്കിൽ ആവശ്യകതകൾ റിക്വയർമെന്റ് മാറ്റുകയോ ചെയ്യുണ്ടാല് എന്താണ് ആ പ്ലാന്റിലെ മുഴുവൻ ആളുകൾക്കും എന്താണ് ഉത്തരവാദിത്തമുള്ള മുഴുവൻ ആളുകൾക്കും സ്റ്റാഫുകൾക്കും വിവരങ്ങൾ നൽകുന്നതിന് മുന്നറിയിപ്പ് അലാറം സംവിധാനങ്ങളുടെ പ്രവർത്തനമാണ്. ഇപ്പൊ ഏതെങ്കിലും ആ പ്ലാന്റില് ഗ്യാസുകൾ പോണ ഇവിടെ എന്തെങ്കിലും
ഡിറ്റക്ഷൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ച് അപ്പൊ അതെന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം അല്ലെ? അറിയിക്കണോ? അറിയിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും സ്റ്റാഫുകളെയും വിവരം അറിയിക്കുന്നതിന് വേണ്ടി മുന്നറിയിപ്പ് നൽകുന്നതിനുള്ളതാണ് അലാം സിസ്റ്റം, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. അതിങ്ങനെ ചിലപ്പോ അതെന്ത് ചെയ്യാ സൗണ്ട് വരും അല്ലെ? അങ്ങനെയല്ലേ അലാം സിസ്റ്റത്തിന് ഇങ്ങനെ സൗണ്ട് വരും. അതല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അലാം എന്ന് പറയുമ്പോ സൗണ്ട് വരാം. അപ്പൊ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം എന്താണ്? അതിനെന്തെങ്കിലും പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. Hence there are two main alarm system. അത് രണ്ട് മെയിൻ ആയിട്ടുള്ള അലാം സിസ്റ്റം ആണുള്ളത്. ഒന്നാമത്തേത് മാസ്റ്റർ അലാം അല്ലെങ്കിൽ ഏരിയ അലാം. ഒന്നാമത്തെ മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ വീടുകളിലെ മാസ്റ്റർ ലൈറ്റ് ഉണ്ടോ? മാസ്റ്റർ ലൈറ്റ് ഉണ്ട്. അതെന്താണ്? അതുകൊണ്ട് എന്താണ് പ്രവർത്തനം മാസ്റ്റർ ലൈറ്റ് കൊണ്ട്? മൊത്തം കത്തും അല്ലെ? എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ എല്ലാ റൂമുകളിലും ഉണ്ടായിരിക്കാം. ആ ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ മതി, നമ്മുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ ലൈറ്റുകളും കത്തും അല്ലെ? അല്ലേ? അപ്പൊ നോക്കിയേ, ഇതില് മാസ്റ്റർ അലാം ആൻഡ് ഏരിയ എല്ലാം ഒരുമിച്ച് കത്തും. ഓക്കെ. മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ദ സോഴ്സ് കണ്ടീഷൻ. മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത് അതിന്റെ ആ ഗ്യാസ് ലൈനിന്റെ മെയിൻ ഗ്യാസ് സോഴ്സിനെയാണ്. എന്താണ് മെയിൻ ആയിട്ട് ആ ഗ്യാസ് എവിടെ നിന്ന് വരുന്നു അതിനെയാണ് നിരീക്ഷിക്കുന്നത്. പിന്നെന്താണ് സോഴ്സിന്റെ കണ്ടീഷൻ, സോഴ്സിന്റെ ആ വരുന്ന ഗ്യാസ് വരുന്ന സോഴ്സ് ഉറവിടത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഗുഡ് ആണോ, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാം. അപ്പൊ എന്താണ് ആ മെയിൻ സോഴ്സിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ഏത് അലാം ആയിരിക്കും അടിക്കുന്നേ? മാസ്റ്റർ അലാം അടിക്കും അല്ലേ? മാസ്റ്റർ അലാം അടിക്കും. ആ മെയിൻ സോഴ്സിന് എന്തെങ്കിലും ഡിറ്റക്ഷൻ തകരാറുകൾ സംഭവിച്ചാല് ഏത് അലാം ആയിരിക്കും അടിക്കുന്നേ? മാസ്റ്റർ അലാം അടിക്കും. Area alarm are found on alarm panels and their function is to monitor the content of specific critical care areas. Specific critical care areas ലാണ് അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാം നിർമ്മിക്കുന്നത്. അതപ്പോ എന്താണ് ICUല് ചിലപ്പോ ICUലെ മാത്രം പ്രവർത്തനങ്ങളായിരിക്കും അത് മോണിറ്റർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ വെന്റിലേറ്റർ സെക്ഷനിലെ മാത്രമായിരിക്കും. അതല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മാത്രം ഗ്യാസിന്റെ സോഴ്സിനെ ആയിരിക്കും അത് നിരീക്ഷിക്കുന്നത് ഈ ഏരിയ അലാം. ക്ലിയർ ആയോ? ഓരോ ഏരിയ വൈസ് അവിടുത്തെ സോഴ്സിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാം. മറ്റേത് മാസ്റ്റർ എന്ന് പറഞ്ഞാല് മെയിൻ സോഴ്സിനെ നിരീക്ഷിക്കുന്നത്. എവിടെ നിന്നാണോ നമുക്ക് ഗ്യാസ് വരുന്നത്, ടാങ്കുകളിൽ നിന്നാണെങ്കിൽ ആ ടാങ്കിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാസ്റ്റർ അലാം ഘടിപ്പിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇന്ന് മിസ് എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നോക്കുക, ഇത്രയും ഭാഗം ഇനി ഉണ്ട് അതില് കുറച്ചും കൂടി കേട്ടാ. അത് മിസ് മറ്റേ ഔട്ട്ലെറ്റും ഇൻലെറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ മിസ് എടുത്തോടത്തോളം വരെയും ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിക്കുക, ഒഴിവ് കിട്ടുമ്പോ ഒന്ന് വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു എയർ ആണ്. നമ്മുടെ ശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു എയർ ആണ് മെഡിക്കൽ എയർ. ഇതെന്താ എങ്ങനെയാണ് ഇത്? പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ. മലിനമില്ലാത്തതോ പാർട്ടിക്കിൾസ് ഇല്ലാത്തതോ ഓയിൽ ഇല്ലാത്തതോ മണമില്ലാത്തതോ ആയ ഒരു ഡ്രൈ ആയിട്ടുള്ള എയർ ആണ്.
ഇതെന്താണ്? പേഷ്യൻസിനെ ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ കിടക്കൂലേ, അപ്പൊ അവർക്ക് എമർജൻസി അല്ലെങ്കിലും ആണെങ്കിലും അവർക്ക് എന്താണ്? റെസ്പിറേഷന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്ത് നൽകുന്നു? മെഡിക്കൽ എയർ നൽകുന്നു. അവർക്ക് ആ പേഷ്യൻസിന് കംഫർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടും അവരെ ബ്രീത്തിങ് സുഗമമാക്കുന്നതിന് വേണ്ടി, എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മെഡിക്കൽ എയർ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാല് നമ്മ മെഡിക്കൽ ഫീൽഡിലും നോൺ മെഡിക്കൽ ഫീൽഡിലും ഉപയോഗിക്കുന്ന എന്താണ്? എയർ ആണ് കംപ്രസ്ഡ് എയർ. മെഡിക്കൽ ഈ കംപ്രസ്ഡ് എയർ മെഡിക്കലിൽ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ലബോറട്ടറി വർക്കുകൾക്ക്, ഇൻഹലേഷൻ തെറാപ്പി, അതായത് ശ്വസനത്തിന് സഹായിക്കുന്ന തെറാപ്പികൾക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ സർജിക്കൽ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഒരു പവറായിട്ടും കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയേ, ലാബുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? പിക്ചർ കണ്ട? എക്സാമ്പിൾ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, ലാബുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.